എല്ലാ ജംഗ്ഷനുകളും തന്നെ പേരാമ്പ്ര മൊത്തം കാണാൻ പറ്റുന്നില്ല. മൊത്തം പേരാമ്പ്ര എല്ലാ ഭാഗത്തും തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മള് പേരാമ്പ്ര പഞ്ചായത്തും പോലീസും സഹകരിച്ച് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിന്റെ തീരുമാനപ്രകാരം നമ്മുടെ ബൈപ്പാസിന്റെ ജംഗ്ഷനുകൾ 6ഓളം ജംഗ്ഷനുകളുണ്ട്. ഈ 6 ജംഗ്ഷനുകളിൽ 50 മീറ്റർ ഇടതും വലതുമായിട്ട് അവിടെ നോ പാർക്കിംഗ് സോൺ ആക്കിയാന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണത്. അപ്പോൾ അതിന്റെ ഒരു ഉദ്ഘാടനം ആയിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, NBDയുടെ പ്രതിനിധികൾ, വ്യാപാര വ്യവസായങ്ങളുടെ പ്രതിനിധികൾ, എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇന്നിവിടെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ്, നോ പാർക്കിംഗ് ബോർഡ് വെക്കാൻ ഇവിടെ തീരുമാനിച്ചത്. ഇവിടെ ആ ചടങ്ങിലേക്ക് എത്തിയ നമ്മുടെ CI, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, RTO, മറ്റു പഞ്ചായത്ത് സെക്രട്ടറി, മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി, ഏകോപന സമിതി പ്രതിനിധികൾ, മറ്റു പൊതുജനങ്ങൾ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ബോർഡ് വെക്കുന്നതിന്റെ ഉദ്ദേശം കൂടുതൽ സമയങ്ങളിലായിട്ട് ഒരു അപകട മേഖലയാണിത്. ഇവിടെ അപകടങ്ങൾ ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ബോർഡ് ഇവിടെ സ്ഥാപിക്കുന്നത്. നിർത്തി കഴിഞ്ഞാലേ ഈ റോഡിൽ വരുന്ന ആളുകൾക്ക് നിർത്താൻ പാടില്ല, എടുത്തിട്ട് പോകണം. ഇവിടെ നിർത്താൻ പാടില്ല, ആരോടും പറഞ്ഞ് നിർത്താൻ പാടില്ല. പാർക്കിംഗ് ഏരിയ അല്ലേ? ഇവിടെ ഈ 4 ഭാഗത്തും ആയിട്ട് 50 മീറ്റർ ഇടത് വലത് ഈ സൈഡും മറ്റേ അപ്പുറത്തെ EMS ഹോസ്പിറ്റലിന്റെ ഭാഗത്തായിട്ടും ഈ 50 മീറ്റർ ലെഫ്റ്റ് റൈറ്റ് ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാൻ പാടില്ല. കുറച്ച് മുന്നോട്ട് 50 മീറ്റർ വിട്ട് പാർക്ക് ചെയ്താലും നമ്മുടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇവിടെ കുറെ അപകടങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള റോഡാണിത്. നമ്മളിവിടെ ഇപ്പം ബോർഡ് സ്ഥാപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇത് സ്ഥാപിക്കുന്നതിന് റോഡ് ട്രാൻസ്പോർട്ടായിട്ട് നമ്മുടെ RTO ഇവിടെ ഉണ്ട്, നമ്മളിപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ സാഹചര്യത്തിലാണ് വെക്കുന്നത്. അതിനുള്ള കൂടുതലായിട്ട് ചുമതല പഞ്ചായത്തും കൂടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ ചുമതല അവർ ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടുകൂടെ നമ്മൾ ഇന്ന് നോ പാർക്കിംഗ് ബോർഡ് ഇവിടെ സ്ഥാപിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ട്രാഫിക് ലിബറേറ്ററി കമ്മിറ്റി അംഗീകരിച്ച ഇംപ്ലിമെൻറ്റേഷൻ നോ പാർക്കിംഗ് ബോർഡുകൾ അടുത്ത് നമ്മൾ പാർക്ക് ചെയ്താൽ ശക്തമായ ഫൈൻ നമ്മൾ ഈടാക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ജനങ്ങളും ഡ്രൈവേഴ്സും എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തീരുമാനിച്ച 6 സ്ഥലങ്ങളിൽ ഒറ്റഘട്ടത്തിൽ തീരുമാനിച്ചതാണ്. ഈ 6 സ്ഥലങ്ങളിൽ ജംഗ്ഷനുകളിൽ 50 മീറ്റർ വലത് ഭാഗവും 50 മീറ്റർ അടുത്ത് ഭാഗവും ഈ 2 സൈഡിൽ വാഹനം പാർക്ക് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഇങ്ങോട്ട് വരുന്ന കാണില്ല, അങ്ങനെ ഇങ്ങോട്ട് കാണില്ല. അങ്ങനെയുള്ള ഏരിയകള് നിർബന്ധമായിട്ട് കർശനമായിട്ട് നോ പാർക്ക് ചെയ്യണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആൾ വെച്ചോട്ടെ. അപ്പൊ അപകടങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ട്രാഫിക് അഡ്വൈസറി ബോർഡ് ഇങ്ങനത്തെ തീരുമാനമെടുക്കുന്നത്. അദ്ദേഹം സഹകരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങൾ സഹകരിക്കാം, നമ്മൾ നോക്കാം. ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 4-5 പഞ്ചായത്തുകളിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ പങ്കെടുത്തു. അവിടെ ഒരുപാട് മിനിറ്റ്സും കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ പേരാമ്പ്ര പഞ്ചായത്ത് നമ്മൾ കഴിഞ്ഞ മിനിറ്റ്സിൽ എടുത്ത ഒരു തീരുമാനം ഇത്രയും പെട്ടെന്ന് ഇവിടെ നടപ്പിലാക്കി എന്നുള്ളതാണ്. അതിന് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താണ്. ഇവിടെ പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഈ റോഡ് എന്ന് പറയുന്നത് ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ശക്തമായിട്ട് പോലീസ് വിഭാഗത്തിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫ്രണ്ടിലേക്ക് വരുന്നാരോ മുമ്പോട്ട് നോക്കിയാൽ കാണില്ല, സൈഡിലേക്ക് നോക്കിയാൽ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ്. പാർക്കിങ്ങുകളുണ്ട്, ലോറികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഭരണസമിതി ആലോചിച്ച് പേരാമ്പ്ര 3 ഇടങ്ങളിലായിട്ട് പേ പാർക്കിംഗ് സംവിധാനം സ്ഥലം കണ്ടെത്തുന്നുണ്ട്. അതുവരെ തൽക്കാലം ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ താഴ്ന്നു വാങ്ങാൻ വേണ്ടി ബൈക്കുകൾ വെച്ച് 1 മണിക്കൂർ വരെ വെക്കാം. അതിൽ കൂടുതൽ ആർക്കും വെക്കാൻ അനുവദില്ല. അതാണ് പുതിയ തീരുമാനങ്ങൾ.
അപ്പം പുതിയ ഇടങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവിടെ വണ്ടി വെച്ച് പോകേണ്ട സൗകര്യം ഏർപ്പെടുത്തി ഉടനെ അതിനുള്ള സ്ഥലം കണ്ടെത്തുന്നുണ്ട്. അതാണ് തീരുമാനങ്ങൾ.